to all. Coffee Talks, 7 a.m. program hosted by JCN Nilambur Golden Valley Daffodils and Valanjeri Royals Air Call to Order. ഇന്ന് 940ാമത്തെ സെഷനാണ്. നമ്മൾ 1000-ലേക്ക് എത്താൻ 60 ദിവസങ്ങൾ കൂടെ ബാക്കിയുള്ള. അപ്പോൾ അതിന്റെ നല്ല നല്ല പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയും. എന്തായാലും ഇന്നത്തെ ട്രെയിനർ നമ്മളുടെ നസീന നിസാർ, നമ്മുടെ പ്രിയപ്പെട്ട നസീനത്താണ്. ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളൊരു ടോപ്പിക്. എന്തായാലും ഇന്നത്തെ വെൽക്കം സ്പീച്ചിനായിട്ട് തവനൂരിൽ നിന്ന് ജയേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു മനോജ് സാർ. താങ്ക് യു ചെയർമാൻ ഫോർ ദി പ്രിവിലേജ്. എനിക്ക് ഒരു വേദി ഒരുക്കി തന്ന, അതായത് ഈ ഒരു പദവി തന്നതിന് വളരെ താങ്ക്സ് ഉണ്ട്. എന്തായാലും ആദ്യമായിട്ട് തന്നെ ഞാൻ നമ്മുടെ ഈ ചെയർമാൻ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം മനോജ് സാറിനെ ആദ്യം തന്നെ വെൽക്കം ചെയ്യാണ്. അതേ തുടർന്ന് തന്നെ നമ്മുടെ ട്രെയിനർ നസീന മാം, നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. ഈ ഫ്ലോറിലുള്ള നമ്മളെ ആളുകൾ ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഫ്ലോറിലെ നമ്മളെ ഈ ഒരു കോഫി ടോക്കിലെ നമ്മളെ പ്രധാന വ്യക്തിയായിട്ടുള്ള നമ്മളെ നസീന മാമിനെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ടോപ്പിക് ഡിസിഷൻ മേക്കിംഗ്. എന്തായാലും വളരെ നന്നായിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കും എന്നുള്ളത് ഞാൻ കരുതുന്നു. അത് എന്റെ കാര്യകാരണങ്ങളൊന്നും നമ്മൾ വിവരിക്കുന്നില്ല. എന്തായാലും അവർ വ്യക്തമായിട്ട് തന്നെ നമുക്ക് വിവരിച്ചു തരും. അതുപോലെ തന്നെ നമ്മളെ എല്ലോ പ്രസിഡന്റുമാരായിട്ടുള്ള നിതിൻ സാറ് വളാഞ്ചേരി റോയൽസ്, അതുപോലെ തന്നെ ജിനി മാം മറ്റേ നിലമ്പൂർ ഡഫോഡിൽസ്, കൂടാതെ ഈ ഫ്ലോറിന്റെ നെടുന്തൂണായിട്ടുള്ള നമ്മളെ ഇഷാം സാറ്, അദ്ദേഹം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലോർ ഒരുക്കി തന്നിരുന്നില്ല, ആരും ഒരുക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം തന്നെയാണ് ഇതിന്റെ മുൻകൈ എടുത്തിട്ട് നമുക്ക് ഈ ഫ്ലോർ ഇങ്ങനെ ഒരുക്കി തന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ കൂടാതെ നമ്മളെ ഇതിന്റെ ഒരു കോർഡിനേറ്റർമാരായിട്ടുള്ള നമ്മളെ രേഖ മാം, അതുപോലെ തന്നെ നമ്മുടെ മുജീബ് സാറ്, ശ്രീജിത്ത് സാറ്, അവർക്ക് 3 പേർക്ക് ഞാൻ പ്രത്യേകം എൻ്റെ ഈ ഒരു ഫ്ലോറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മളെ കിസ് അവതരിപ്പിക്കുന്ന നമ്മളെ മനോജ് സാറ് അല്ലെങ്കിൽ നമ്മളെ ശ്രീ സാറ്, ഇവർ 2 പേരാണ് പ്രധാനമായിട്ടും. മനോജ് സാറാണ് കൂടുതലും കിസ് അവതരിപ്പിക്കാറ്. അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്ക് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന വ്യക്തികൾ, അതുപോലെ നമുക്ക് മറ്റ് നമ്മളെ ദിനം പ്രതി നമ്മളെ ഈ പ്രോഗ്രാം വീക്ഷിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന നമ്മളെ JC ആൻഡ് നോൺ JC ആയിട്ടുള്ള നമ്മളെ പ്രധാന മെമ്പർമാരും എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു ചെയർ. ഓക്കെ, താങ്ക് യു ചേട്ടാ. രാവിലെ തന്നെ വളരെ മനോഹരമായ ഒരു വെൽക്കം സ്പീച്ച് നമ്മൾ കേട്ടു. ഇന്നത്തെ ട്രെയിനറെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നമുക്കൊക്കെ വളരെ സുപരിചിതയായ ട്രെയിനറാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ട്, വളരെ നമ്മളോടൊക്കെ വളരെ സ്നേഹവും അടുപ്പവും കാണിക്കുന്ന. എനിക്ക് ശരിക്കും പറഞ്ഞ 2 തവണ മാത്രമേ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ ഒരു മീറ്റിംഗ്, അവരുടെ മകളുടെ കല്യാണത്തിനായാലും വേറൊരു ട്രെയിനിങ് പ്രോഗ്രാമില്, അതൊക്കെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കുന്ന മുഹൂർത്തങ്ങളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ച് നമ്മൾ കുറെ പറഞ്ഞിട്ടുണ്ട്. ഇത്തടെ വീട്ടിൽ നമ്മൾ കല്യാണത്തിന് പോയ കഥകളൊക്കെ, അതൊക്കെ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം. പോകാത്തവർക്ക് തന്നെ അസൂയ തോന്നിയിട്ടുണ്ടാവും, അയ്യോ ഞങ്ങൾക്കൊന്നും പോകാൻ സാധിച്ചില്ലല്ലോ എന്ന്. അത്രയും മനോഹരമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ, 2 ദിവസത്തെ കാര്യങ്ങൾ, ഞങ്ങളുടെ തിരക്കിന്റെ ഇടയിലും ഞങ്ങൾക്ക് വേണ്ടി കുറെ സമയം മാറ്റിവെച്ചു. ഞങ്ങളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, താമസത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധ ചെലുത്തിയ നമ്മുടെ നസീന ടീച്ചറെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ഡിസിഷൻ മേക്കിംഗ് എന്ന ഒരു ടോപ്പിക്കുമായിട്ട് ടീച്ചർ വന്നിരിക്കുകയാണ്. ടീച്ചർ KIT ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കായംകുളത്തും, അതുപോലെ തന്നെ PKK ഹയർ സെക്കൻഡറി സ്കൂൾ കായംകുളത്തും ടീച്ചറായിരുന്നു. ലൈഫ് സ്കിൽ ട്രെയിനറാണ് ലൈഫ് ട്രീ അക്കാഡമി കോട്ടയം 5 years. അതുപോലെ തന്നെ ട്രെയിനേഴ്സ് ഹഗ് ഇന്റർനാഷണൽ കോട്ടയം, CDS കായംകുളം മുനിസിപ്പാലിറ്റിയുടെ CDS ആയിരുന്നു 1 വർഷത്തോളം. ഫൗണ്ടർ ആൻഡ് ഓപ്പറേറ്റഡ് എ സക്സസ്ഫുൾ സ്മോൾ ബിസിനസ് ഓൺ organic products for last 5 years. Postgraduate diploma in life skills, Central University Kasargod. Self hypnosis practitioner, Hug International Kottayam. Bachelor of Science in Botany, MSM College Kayangulam. Doing MA Psychology IGNO, Indira Gandhi National Open University. The trainer of Life Tree Academy,
Bachelor of Education in Natural Science from Kerala University, MA Psychology Counseling degree from MG University. ഇനിയും കുറെയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എല്ലാം വായിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ടീച്ചർ എല്ലാം വായിക്കുന്നില്ല. We are honored to have such an accomplished personality leading our session today. Teacher, the floor is all yours. Welcome. താങ്ക് യു ഡിയർ, താങ്ക് യു ജയേട്ട. അതുപോലെ തന്നെ എന്നെ വെൽക്കം ചെയ്യാനായിട്ട് എളുപ്പം ഏറ്റെടുത്ത് വന്ന നമ്മുടെ കൂട്ടുകാരൻ. താങ്ക് യു ഡിയേഴ്സ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ്. ഞാൻ ഇന്നലെ നമ്മുടെ മനോജ് സാർ ഇന്നലെ ഒരു 5:30 ആയി കാണുമായിരിക്കും ഏകദേശം വിളിച്ചിട്ട് ഇന്ന് ക്ലാസ് എടുക്കാമെന്ന് ചോദിച്ചു. 5:30 4:30 എന്നാലും ഞാൻ എന്റെ ഡിസിഷൻ അങ്ങ് എടുത്തെന്നുള്ളതാ. ഡിസിഷൻ മേക്കിങ്ങിന്റെ ക്ലാസ് അന്നേരം മനോജ്, ഞാൻ ലൈഫ് സ്കില്ല് കഴിഞ്ഞ പ്രാവശ്യം എടുത്തായിരുന്നല്ലോ, ഒരു ക്ലാസ് എടുത്തായിരുന്നു സെൽഫ് അവയർനെസ്സിനെ പറ്റി. എന്തായാലും അതിനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നായിരുന്നു. ഞാൻ എമ്പതി എടുക്കാന്ന് വെച്ചപ്പോൾ നമ്മുടെ മനോജ് സാറിന് ഡിസിഷൻ മേക്കിംഗ് മതി, എന്തായാലും അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും വൺസ് അഗൈൻ നന്ദി പറഞ്ഞുകൊണ്ട്. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് എന്താണ്? ആരെങ്കിലും പറയാവോ ഡിസിഷൻ മേക്കിംഗ് എന്താണെന്ന്? തീരുമാനമെടുക്കാനുള്ള കഴിവ്. താങ്ക് യു സാർ. ആരാ പറഞ്ഞേ? കാണാൻ താങ്ക് യു. അന്നേരം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ട് അതാ ഏറ്റവും നല്ലത്. എന്നാലേ നമുക്ക് ഇത് എന്തോ കാര്യമെന്ന് അറിയാൻ പറ്റും. പല തരത്തിലുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ടല്ലോ. നമ്മൾ എടുത്ത തീരുമാനങ്ങൾ ശരിയാണോ, ചിലപ്പോൾ സ്റ്റക്കായിരുന്നിട്ടുണ്ടോ, ചിലപ്പോൾ നമുക്ക് തീരുമാനം എടുത്തിട്ട് തെറ്റായി പോകുമെന്ന് തോന്നിയിട്ടുള്ളതുണ്ടോ എന്നൊക്കെ അറിയാം. അപ്പം തീരുമാനം എടുത്തത് ശരിയായെന്നുള്ളത് അഭിപ്രായക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവോ? അത് എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. എല്ലാ കാര്യങ്ങളിലും അല്ല മാം. ഞാൻ പുല്ലരാമ്പാറയിൽ നമ്മണിയാണ്. ഞാൻ 20 വർഷത്തോളം, ഒരു 15 വർഷം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും 5 വർഷം ഗവൺമെന്റ് സ്കൂളിലെ പ്രീ പ്രൈമറി ടീച്ചറായിട്ടുമായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വർക്ക് ചെയ്യുന്നതിനിടയിലാണ് ഞാൻ എലമെന്റ്സിന്റെ ഒക്കെ പ്രോഡക്റ്റ് കഴിച്ച് എനിക്ക് എന്റെ രോഗം കുറച്ച് ശാന്തത വന്നപ്പോൾ ഞാൻ സൈഡായിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ഓരോ റാങ്കാണ്, ടീം വർക്കാണ്. അപ്പൊ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിങ് ഉണ്ടാവും. അപ്പൊ ആ ട്രെയിനിങ്ങിന് പോകേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഫീസ് വാങ്ങിയിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതല്ലോ. അപ്രൂവ്ഡ് ആകാത്തത് കൊണ്ട്, ഗവൺമെന്റ് സ്കൂളിലാണേലും പ്രീ പ്രൈമറി അപ്രൂവ്ഡ് ആകാത്തതുകൊണ്ട് ഫീസ് വാങ്ങിയിട്ടായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ, ഫീസ് വാങ്ങി പഠിപ്പിക്കുമ്പോൾ നമ്മൾ പേരൻസ് വിളിക്കുമ്പോൾ അവൈലബിൾ ആയിരിക്കണം. എല്ലാ ദിവസവും നമുക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് ഇപ്പൊ ഈ MI ലൈഫ് സ്റ്റൈലിൽ വർക്ക് ചെയ്യുന്ന ബിസിനസ് ഏറ്റെടുത്തത്. അപ്പൊ ഞാൻ 3rd റാങ്കിലാണ് നിൽക്കുന്നത്. വർക്ക് എനിക്ക് ആ തീരുമാനം എടുത്തത് ഒത്തിരി നന്നായി എന്ന് എന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചു. കൺഗ്രാറ്റുലേഷൻ, താങ്ക് യു. അപ്പൊ ഇനി ജീവിതത്തിൽ ഇപ്പോഴും തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന, സ്റ്റക്കായിട്ട് എന്തെങ്കിലും നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാവോ? ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നു. അങ്ങനെ കാണുമായിരിക്കും, പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളത് എങ്ങനെയെങ്കിലും ഒക്കെ ചാടിക്കടക്കും അല്ലേ? ആ പ്രോബ്ലംസിനെയൊക്കെ നമ്മൾ ചാടിക്കടന്ന് എങ്ങനെയെങ്കിലും ഒക്കെ. നമ്മൾ എപ്പോഴും എല്ലാവർക്കും എല്ലാ തീരുമാനങ്ങളും ഒന്നും ബെസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ചില തീരുമാനങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനല്ലാതെ നമ്മൾ നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ തെറ്റായി പോയെന്ന് തോന്നിയിട്ടുണ്ടല്ലോ, തെറ്റായ തീരുമാനം എടുത്ത്? മനോജ് സാറൊക്കെ നല്ല തീരുമാനം എടുത്ത ആളാ. കല്യാണം സുജാത ചേച്ചിയെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ച് തീരുമാനം എടുത്തത് ഇപ്പോഴും നല്ലതാണ് തോന്നിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ മിക്കവാറും മാര്യേജിന്റെ കാര്യത്തിലൊക്കെ എല്ലാം നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അല്ലെ? ജീവിതത്തിൽ വലിയ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴാണ് എല്ലാരും സ്റ്റക്ക് ആകാറുള്ളത് അല്ലേ? അന്നേരം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഇതുണ്ട്. മേക്കിംഗ് വൈസ് ചോയ്സസ് ഫോർ എ ബെറ്റർ ലൈഫ്. നമ്മൾ നല്ല ജീവിതത്തിനുള്ള വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദി ബെസ്റ്റ് ഓപ്ഷൻ ഫ്രം എ ഡിഫറെന്റ് ആൾട്ടർനേറ്റീവ്സ് ആഫ്റ്റർ കെയർഫുള്ളി കൺസിഡറബിൾ ദി പോസിബിൾ ഔട്ട്കം. നമുക്ക് ഒരുപാട് ആൾട്ടർനേറ്റീവ്സ്, ഒത്തിരി വിവിധ തരങ്ങളിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉള്ള സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അങ്ങനെ എടുക്കാൻ പറ്റുന്ന ആ സമയത്ത്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് അല്ലെ?
ഇപ്പൊ കടയിൽ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നമുക്കൊരു ബ്ലൂ കളർ ഇഷ്ടമാണെന്ന് ഇരിക്കട്ടെ, അവിടെ ചെന്ന് ആ ബ്ലൂ ചോദിക്കുമ്പോഴത്തേക്ക് ഒരു 5 തരത്തിലുള്ള ബ്ലൂ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താ പറ്റും, നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് അല്ലെ, അങ്ങനെ ഡിഫറെന്റ് ആൾട്ടർനേറ്റീവ്സ് ആയി. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള, ഇപ്പൊ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിൽ, ഇപ്പം നമ്മുടെ ശ്രീജിത്ത് സാർ ഇപ്പം എന്താ സ്പീക്ക് വിത്ത് കോൺഫിഡൻസിന്റെ ഒരു ക്ലാസ് എടുക്കുന്നത്, അവിടെ പോകണം, വേറെടുത്ത് പോകണം, അങ്ങനെ പലതരത്തിലുള്ള ട്രെയിനിങ്, അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ എടുക്കേണ്ടതൊക്കെ വരാം. അങ്ങനെ പലതരത്തിലുള്ള ആൾട്ടർനേറ്റീവ്സ് വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതാണ് എന്ത്, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് സ്കിൽ നമുക്കുള്ളതാണെന്ന് പറയാൻ പറ്റും. അപ്പം ഇപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് വൈസ് ഡിസിഷൻ മേക്കിംഗ് എന്തിനാണ് നമ്മൾ എടുക്കണമെന്ന് പറയുന്നത്, എന്തിനു വേണ്ടിയാ? ബെറ്റർ പ്രോബ്ലം സോൾവിങ്, നമുക്ക് ബെറ്റർ ആയിട്ട് പലതരത്തിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിന്നെ ഒരു കഥ, ഒരിടത്ത് ഒരു ഗുരുജി രാജസ്ഥാനിലോട് ഇങ്ങനെ ഒട്ടകപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ആ ഗുരുജിയുടെ പുറകിൽ തന്നെ അനുയായികളായിട്ട് 100-100ഓളം അദ്ദേഹത്തിന്റെ അനുയായികളും ഈ ഒട്ടകപ്പുറത്ത് തന്നെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് വന്ന് അവിടുത്തെ ആ സ്ഥലത്ത് തമ്പടിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് പല ആളുകളും ഗുരുജിയുടെ പല ഉപദേശങ്ങളും ചോദിച്ചു വന്നു. അങ്ങനെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഗുരുജി എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ജീവിതത്തിൽ, കുടുംബപരമായിട്ടും ഹെൽത്ത് ഇഷ്യൂസ് ആയാലും അതുപോലെ പലതരത്തിലുള്ള സാമ്പത്തികപരമായിട്ടും, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളാണെന്നാ പറഞ്ഞത്. അതിന് ഗുരുജി എനിക്കൊരു മാർഗം കണ്ടെത്തി തരണമെന്ന് പറഞ്ഞു. അപ്പം ഗുരുജി പറഞ്ഞു, എന്തായാലും ഇന്ന് എന്നോട് ഞാൻ പറയുന്നത് പോലെ കേട്ട് നിൽക്കാമോന്ന് ചോദിച്ചു. എനിക്ക് കുറച്ച് ഉപകാരം നിങ്ങൾ ചെയ്യണം, നാളെ ഞാൻ നിങ്ങൾക്ക് വേണമെന്ന ഉപകാരം ചെയ്തു തരാമെന്ന് പറയും. അപ്പം അദ്ദേഹം സമ്മതിച്ചു. ഗുരുജി പറയുന്ന എന്ത് കാര്യങ്ങളും ഞാൻ സമ്മതിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്മാൻ ചിരിക്കുന്നത് അറിയാതെ തോന്നുന്നു. അപ്പൊ ഗുരുജി പറഞ്ഞു കൊടുത്ത്, എന്നാ ഇന്ന് ഞാൻ പറയുന്ന കാര്യം ഇത്രയും പെട്ടെന്ന് ഗുരു എന്ത് ഉപകാരം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ, ഇന്ന് ഞങ്ങളുടെ സംഘത്തിലുള്ള ഈ 100 ഒട്ടകങ്ങളുണ്ട്, ആ 100 ഒട്ടകങ്ങളുടെയും കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. അതുപോലെ രാത്രി അവയെല്ലാം കിടന്ന് ഉറങ്ങി കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ ഉറങ്ങാവുള്ളൂ എന്ന് പറഞ്ഞു ഗുരുജി. ഗുരുജിയോടെ അദ്ദേഹം ഭയങ്കര സന്തോഷത്തോടെ സമ്മതിച്ചു. ഗുരുജി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം. ഗുരുജി പറയുന്ന എന്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഗുരുജി എനിക്കൊരു ഉപദേശം തരുവാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തയ്യാറാണ്. അന്നേരം ഗുരുജി എന്ത് ചെയ്തു, ഗുരുജി പോയി കിടന്നുറങ്ങാൻ പോയി. നമ്മുടെ ഭൃത്യൻ അവിടെ ഒട്ടകങ്ങളുടെ പുറകിന് പോയി. കുറച്ചൊട്ടകങ്ങളുടെ രാത്രി കുറെ ഒട്ടകങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ചെന്ന് കുറെ ഒട്ടകങ്ങൾ തനിയെ കിടന്ന് ഉറങ്ങാൻ നോക്കുന്നു. കുറച്ച് കിടത്താൻ നോക്കിയിട്ടും സമ്മതിക്കത്തില്ല. അദ്ദേഹം ഒരുപാട് ട്രൈ ചെയ്തിട്ട് അതിനെ കുറച്ച് കിടത്താനൊക്കെ ശ്രമിച്ചു. പിന്നെ കുറച്ച് ഒന്ന് ശരിയാക്കി അങ്ങോട്ട് കിടത്തിയില്ല. കുഞ്ഞു പിള്ളേരെയൊക്കെ നമ്മള് അംഗനവാടിയിലൊക്കെ കിടത്തുന്ന അതേപോലെ അപ്പോഴത്തേന് അടുത്ത ആളുകൾ എണീറ്റ് വരാൻ തുടങ്ങി. ഒരു സൈഡിൽ നിന്ന് കുറെ ഒട്ടകങ്ങളെ അയാൾ സമാധാനിപ്പിച്ച് കിടത്തി കഴിയുമ്പോൾ അടുത്ത കുറെ എണീറ്റ് വരാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് രാവിലെ വരെ ആ ഒട്ടകത്തിനെ ഒന്ന് കറക്റ്റായിട്ടൊന്നും കിടക്കാൻ പറ്റില്ല. ആകെപ്പാട് അവശനായി രാവിലെ ഗുരുജിയെടുക്കെ ചെന്നു. ഗുരുജി, എനിക്ക് ഈ ഒട്ടകത്തിനെ ഒന്നും കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് ഇങ്ങനെ കിടത്തി കഴിയുമ്പോൾ കുറച്ച് എണീറ്റ് വരും, ചിലത് കുറച്ച് തനിയെ മാറി കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഉറങ്ങാനും പറ്റിയില്ല, മൊത്തത്തിൽ പ്രശ്നങ്ങളായിരുന്നു രാവിലെ വരെ. അപ്പം ഗുരുജി പറഞ്ഞ് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും അല്പനേരത്തെ ഒരു ഗുരുജി അയാളോട് പറഞ്ഞു, ഇതുപോലാണ് നമ്മുടെ ജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ? ചിലപ്പം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ചിലത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല, ചിലത് വീണ്ടും വരും. നമ്മൾ സോൾവ് ഒക്കെ ചെയ്ത കാര്യങ്ങൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ പിന്നെയും ഭാര്യയായിട്ട് വരുമെന്ന് പറയത്തില്ലേ, അതേപോലെ അവസ്ഥയിൽ അങ്ങനെ ഈ ഒട്ടകങ്ങളുടെ അവസ്ഥയെ നമുക്കും അന്നേരം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് വേണ്ടുന്ന ഡിസിഷൻസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതം സന്തോഷപൂർണ്ണമാക്കാൻ പറ്റുമെന്നാണ് ഗുരുജി പറഞ്ഞത്. പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതും ധൈര്യപൂർവ്വം ഏത് പ്രശ്നത്തിനെ നേരിടുക. നമുക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ്, അല്ലാതെ പ്രശ്നം ഇല്ലാതാക്കാൻ ഒരിക്കലും നമുക്ക് ആർക്കും സാധിക്കത്തില്ല. അപ്പം പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്
നമുക്ക് സ്ട്രെസ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇംപ്രൂവിങ് കോൺഫിഡൻസ്, നമുക്കൊരു പ്രശ്നം നല്ല രീതിയിൽ പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹെൽപ്പ് us അച്ചീവ് ഗോൾസ്, നമ്മുടെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നതിനും ഡിസിഷൻ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് സഹായിക്കും. അതുപോലെ നെക്സ്റ്റ് പറഞ്ഞാൽ അവോയ്ഡ് അൺനെസസറി എന്തുവാ മിസ്റ്റേക്സ്. നമുക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് ഒക്കെ എടുക്കുമ്പം നമുക്ക് എന്തെങ്കിലും തെറ്റ് വരാറുണ്ട്. തെറ്റ് വരാതിരിക്കാനും വേണ്ടി നമ്മൾ പ്രോപ്പറായിട്ട് തീരുമാനിച്ചൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിനെയൊക്കെ ഫോളോ അപ്പ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ അതാണ് അതിന്റെ. അതുപോലെ എന്തെല്ലാം സ്റ്റെപ്സുകളാണ് അടുത്ത് നമ്മളൊരു ഡിസിഷൻ മേക്കിങ്ങിന് എടുക്കേണ്ട ബെസ്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഐഡന്റിഫൈ ദ പ്രോബ്ലം. ഇപ്പം നമ്മുടെ പ്രോബ്ലം എന്തുവാണെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് അദ്ദേഹത്തിന് എന്തായിരുന്നു വേണ്ടത്? ഒരുപാട് പ്രോബ്ലം, എല്ലാ പ്രോബ്ലം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതിനകത്തൊരു ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുകയും അതുപോലെ വരികയും പോവുകയും ചെയ്യും എന്നാണ്. ബെറ്റർ ആയിട്ട് നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് നേരിട്ട് മുന്നോട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു ഷർട്ട് എടുക്കാൻ പോയപ്പോ ഉസ്മാൻജി ഇപ്പൊ ഒരു ഷർട്ട് എടുക്കാൻ പോയി. ഉസ്മാൻ ഏത് കളറായിരുന്നു ഇഷ്ടം? എന്റെ ചേലും ചുരുക്കിനനുസരിച്ചിട്ട് കുറച്ച് ഡാർക്കാണ് നല്ലത്. ഞാൻ ഭയങ്കര ഗ്ലാമർ അല്ല, അപ്പൊ അത് കാരണം കുറച്ച് ഡാർക്കാണ് എനിക്ക് സൂട്ട് ആക്കുള്ളൂ. വൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാല് കളർഫുൾ ഒക്കെ ഇട്ട് കഴിഞ്ഞാല് മറ്റേ മഴവില്ല് തെളിഞ്ഞിക്കണ മാതിരി തെളിഞ്ഞു നിൽക്കും. ആര് പറഞ്ഞു? ഉസ്മാനൊക്കെ നല്ല ഗ്ലാമർ താരമല്ലേ? മതി മതി, താങ്ക് യു. പോസ്റ്റർ ഞങ്ങൾ പറയണ പോലെ ഉണ്ടാക്കാം. പിന്നെ എനിക്ക് മെറൂൺ ആണ് എന്റെ ഫേവറേറ്റ്. പക്ഷെ കുറവാണ് ഇപ്പോഴല്ലേ. ഇപ്പൊ നമ്മളൊരു ഷർട്ട്, മെറൂൺ ഷർട്ട് എടുക്കാൻ പോകുമ്പോ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ കിട്ടിയില്ലെങ്കിൽ എങ്ങനെയായിരിക്കും? ഇപ്പൊ ഒരുപാട് ഓപ്ഷൻസ് എടുക്കാതെ വരും. അത് അങ്ങനെയല്ല, ഒരു സാധനം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ നോക്കിയിട്ടുള്ളൂ. മെറൂൺ ആണെങ്കിലും ശരി, ബ്ലൂ ആണ്, ഏതാണെങ്കിലും അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വരും. അത്രേ ഉള്ളൂ. ഏതെങ്കിലും എടുത്തിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് വരില്ല. ഓക്കെ ഓക്കെ, നല്ല ഡിസിഷൻ മേക്കർ. ചിലപ്പോ ഒക്കെ നമ്മള് അത്യാവശ്യത്തിനൊക്കെ ചില സമയത്തില്ലേ, ഇപ്പൊ 4-5 മെറൂൺ തന്നെ പലതരത്തില് കാണൂല. നമ്മൾ തുണിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കളർ അല്ലെങ്കിൽ ഒത്തിരി കളർ വെറൈറ്റീസ് ഓഫ് അത് വരുമ്പോ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് പ്രശ്നം. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തില് പലതരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തീരുമാനം ബെറ്റർ ഓപ്ഷൻ എടുക്കേണ്ട കാര്യങ്ങളിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആൾട്ടർനേറ്റീവ്സ് വരുന്ന ഒരുപാട് ഓപ്ഷൻസ് വരുന്ന സമയത്ത് തീരുമാനം എടുക്കുന്നതിനകത്താണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ അവിടെ അറിയാൻ പറ്റുന്നത്. അന്നേരം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഐഡന്റിഫൈ ദ പ്രോബ്ലം. നമ്മളിപ്പം ഇവിടുത്തെ പ്രോബ്ലം എന്തുവാ? ഉസ്മാന് നല്ലൊരു മെറൂൺ കളർ ഷർട്ട് എടുക്കണമെന്നായിരുന്നു. അന്നേരം അതാണ് അവിടുത്തെ പ്രോബ്ലം. നമ്മൾ ആ കടയിൽ ചെന്ന് കഴിയുമ്പോൾ ആ കറക്റ്റ് കളറിലുള്ള ഒരു ഷർട്ട് കിട്ടണം. അല്ലെങ്കിൽ ഉസ്മാൻ അവിടെ നിന്ന് എടുക്കത്തില്ല, തിരിച്ച് വീട്ടിൽ പോകും. അതുപോലെ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് ഗ്യാദർ റെലവെന്റ് ഇൻഫർമേഷൻ. നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് നമുക്ക് വന്നിട്ട് പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എടുക്കണം. അപ്പൊ ഷർട്ടിന്റെ കാര്യത്തിലാണെന്ന് പലതരത്തിലുള്ള കളർ എടുത്തിടുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് എടുക്കാൻ പറ്റണം. നമുക്ക് ഈ ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്കൊരു അത്ര പറഞ്ഞാൽ അതായത് ഷർട്ടിന്റെ ഒക്കെ എക്സാമ്പിൾ എടുക്കാം. അപ്പം നമുക്ക് പലതരത്തിലുള്ള ഇത് വരുമ്പോൾ അതിനകത്തുനിന്ന് ഒരു ബെറ്റർ ഓപ്ഷൻ എടുക്കേണ്ടതായിട്ട്. അതുപോലെ നമ്മൾ ലിസ്റ്റ് പോസിബിൾ ഓപ്ഷൻ, മൂന്നാമത്തത് നമ്മൾ ആ പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ തിരഞ്ഞെടുക്കും. ഇപ്പം മധുസാർ ഈയിടെ ഏതാണ്ട് ഒരു ഇഷ്യൂസ് പറഞ്ഞില്ലല്ലേ? അതിലത്തുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അത് മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട് അല്ലേ? ഇപ്പം നല്ലൊരു ഇതായില്ലേ ആ ഡിസിഷൻ? അതൊന്ന് പറയാമോ? അതൊന്ന് പറ. ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ കാണുമ്പോ? ഇപ്പൊ കാണുമ്പോ കുശലങ്ങൾ ചോദിക്കാറുണ്ട്. ഇന്ന് ജോലിക്ക് പോയില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്തെങ്കിലും കുശലങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ എന്ത് സമാധാനമായില്ലേ? നമ്മുടെ അയലത്തുകാരുമായിട്ട് അത്രയും നമ്മള് ഫ്രീ ആയപ്പോ ആ മസിൽ പിടുത്തം ഒക്കെ ഒന്ന് കുറഞ്ഞ് റിലാക്സ് ആയി, ഒന്നും കൂടെ ഹാപ്പി ആയി. അപ്പൊ നമ്മൾ ഏത് കാര്യങ്ങളെയും നമ്മൾ ആ വേണ്ടുന്ന രീതിയിൽ പ്രോപ്പർ ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ ഇപ്പൊ നമ്മൾ ആ ലിസ്റ്റ് പോസിബിൾ ഓപ്ഷൻ ഏതാ വേണമെന്നത്, ഇപ്പം ഷർട്ടിന്റെ കാര്യം തന്നെ ആയാലും നമ്മൾ ആ 5 കളർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഏത് ഷർട്ടാണ് നമുക്ക് വേണമെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പ്രോബ്ലംസ് ഇല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നല്ല നിലയിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കി നമ്മൾ നല്ലതായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക. അതിന് ലിസ്റ്റ് അന്നേരം ആദ്യം ഒരു പ്രോബ്ലം എന്തുവാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് റെലവെന്റ് ഇൻഫർമേഷൻ, പലതരത്തിലുള്ള ഇൻഫർമേഷൻ സ്വീകരിക്കുക. അപ്പം
സംടൈംസ് നമുക്ക് മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്നില്ലേ നല്ല പിന്നെ ചിലരൊക്കെ നമുക്ക് നല്ല ഉപദേശങ്ങൾ തരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മാറ്റാം. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വിശ്വാസമായിട്ടുള്ള ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാറുണ്ട്. ചിലപ്പോ ഒരു കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ നിന്നായാലും അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കയ്യിൽ നിന്നായാലും ചിലപ്പോൾ നല്ലൊരു നമുക്ക് അതിനൊരു പരിഹാരം കിട്ടാറുണ്ട് അല്ലെ. നമ്മളന്നേരം എല്ലാം നമുക്ക് സ്വയം തീരുമാനിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും എല്ലാം ഒന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. നമ്മൾ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്നായാലും അതുപോലെ പേരൻസിന്റെ കയ്യിൽ നിന്നോ നമ്മുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് ആ നല്ലൊരു ഡിസിഷൻ എടുക്കുക. എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് നമുക്ക് ഡ്രസ്സിന്റെ കാര്യം നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്താ സോൾവ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് കുറച്ച് പേരുടെ നമുക്ക് ഏറ്റവും അടുത്ത ആളുകളുടെയും നമ്മുടെ മക്കളിൽ നിന്നായാലും പേരൻസിൽ നിന്നായാലും അല്ലെങ്കിൽ നമ്മുടെ പിയർ ഗ്രൂപ്പ്സിൽ നിന്നൊക്കെ ആയാലും നമുക്ക് ഉപദേശങ്ങൾ അവരോട് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഇവാലുവേറ്റ് ദി അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ദി ഇഷ്യൂ. ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എടുത്ത് അതിന്റെ അഡ്വാൻറ്റേജ് എന്തുവാ, നമ്മൾ ഇന്ന ആള് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന നമുക്കത് അഡ്വാൻറ്റേജ് ആണോ ഉണ്ടാകുന്നത് അതോ ഡിസ്അഡ്വാൻറ്റേജ് ആണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പിന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഉള്ളത് ആദ്യം നമ്മൾ ഇനി തൊട്ട് നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടിക്കയറി ഡിസിഷൻസ് എടുക്കാൻ പാടില്ല. ഇനി തൊട്ട് നമ്മൾ അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, വേണ്ട റെലവെന്റ് ഇൻഫർമേഷൻസ് എടുത്തിട്ട് നമുക്ക് പറ്റുന്ന ഇൻഫർമേഷൻ എടുത്ത് നമ്മൾ ആ പ്രോബ്ലത്തിന് ഒന്ന് ഇത് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഇവാലുവേറ്റ് ദി അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ്. നമ്മൾ ഇന്ന തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ സാമ്പത്തികപരമായ കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ. നമ്മൾ ചിലപ്പോൾ ഒരു ലോൺ എടുക്കാൻ പോകുന്നു, ആ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ഇഷ്യൂസ് ആയിരിക്കും ഉണ്ടാകുന്നത് എന്നുള്ളത് അങ്ങനെയൊക്കെ തീരുമാനിക്കും. ഈ മനോജ് സാർ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നവര് ഒരു കുട്ടി അങ്ങനെ എന്തെങ്കിലും ഒരു ജോബിന്റെ കാര്യത്തിന് വേണ്ടി ആയിരിക്കും കുറെ കാര്യങ്ങൾക്ക് അന്ന് വിളിക്കുന്നത്. അത് ഈ മനോജ് സാറിനെ തന്നെ തിരക്കി വിളിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ എത്ര ഈ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ കോഫി ടേക്കിൽ മിക്കവാറും ഇടാറുണ്ടല്ലേ, ഇത് ഈ മനോജ് സാറിനെ തിരക്കി ഇവര് വിളിക്കുന്നത് എന്താണെന്ന് ഇനി അന്വേഷിക്കേണ്ടതായിട്ടിരിക്കും. അപ്പം അത് കുളവാക്കി കൊടുത്ത് വിടുകയും ചെയ്യും. അപ്പൊ നമ്മള് എങ്ങനെ ഒരേ കാര്യങ്ങളെ അതുപോലെ പിന്നെ എന്താ ഇവാലുവേറ്റ് ചൂസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, പിന്നെ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അതിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബെസ്റ്റ് ഓപ്ഷൻ എടുക്കണം. അതിനകത്തുനിന്ന് ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുമ്പോൾ എന്തെങ്കിലും കൊളാഷൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ. അന്നേരം നമ്മള് പിന്നെ ചിലരൊക്കെ മിക്കവാറും ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഒരുപാട് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് കുറവ്. അത് കാരണമാണ് ഈ WHO ഒക്കെ കൂടുതലായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കുറെ ലൈഫ് സ്കിൽസ് നമ്മൾ പ്രാവർത്തികമാക്കണമെന്ന് പറഞ്ഞ് സ്കൂളിലൊക്കെ മസ്റ്റായിട്ട് കോളേജ് സ്കൂളില് അതുപോലെ പിന്നെ ഓഫീസുകൾക്ക് പ്രൊഫഷണലായിട്ടുള്ളവർക്കായാലും എല്ലാം ഈ 10 പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആ ലൈഫ് സ്കില്ലും എല്ലാരും പഠിച്ചിരിക്കണമെന്ന് പറയുന്നത്. എന്ന് വെച്ചാല് നമുക്ക് പെട്ടെന്ന് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും എന്താ ഡിസിഷൻ മേക്കിംഗ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇല്ല, ആ സ്കില്ല് കുറവായിരിക്കും അല്ലേ. സംടൈംസ് ചിലര് നല്ല തീരുമാനങ്ങൾ എടുക്കും, അത് വീട്ടിലുള്ള സാഹചര്യങ്ങൾ പോലാണ് നമ്മൾ ഓരോ കുഞ്ഞുങ്ങളുടെയും പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ തരണം ചെയ്യുന്നത്. ചിലർക്കൊക്കെ വീട്ടില് അവരെ പരിഗണിക്കാനോ അങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോൾ അവർക്ക് പെട്ടെന്ന് എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ എടുക്കും അല്ലെ. ഇപ്പൊ ഒരു മൊബൈൽ കൊടുത്തില്ലെങ്കിൽ പോലും നമ്മൾ എത്ര ആത്മഹത്യകളാണ് നമ്മൾ കേൾക്കുന്നത്. കുഞ്ഞുങ്ങളെ പെട്ടെന്ന് കയറി ആത്മഹത്യ ചെയ്യുക ജനലിന്റെ കമ്പിയിൽ, അങ്ങനെയൊന്നും അവർക്കൊന്നും തീരുമാനിക്കാനോ എടുക്കാനോ അത് ആ പ്രോബ്ലത്തിനെ അവർക്ക് പിന്നെ എന്താ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല അവർക്ക്. നമ്മൾ കൂടുതലായിട്ട് നമ്മളിപ്പം നമ്മളെ കുഞ്ഞുങ്ങളുടെ വീട്ടിലുള്ളവര് അവരെ കുഞ്ഞുനാളിലെ തൊട്ട് തന്നെ എന്ത് ചെയ്യണം, ഏതൊരു കാര്യങ്ങൾ വന്നാലും ഒരു സമാധാനത്തെ ഇരുന്ന് ഇങ്ങനെ ഇതേപോലത്തെ ഒരു കാര്യങ്ങൾ എന്താണ് ആ കാര്യങ്ങൾ ഒരു പേപ്പറിനകത്ത് എഴുതി വെച്ച് അതിന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ സമാധാനത്തെ ഉള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നതായിരിക്കും എപ്പോഴും. ഈവൻ കോടതിയിൽ പോലെ അല്ലേ, കോടതിയിൽ ഇപ്പം ആ ക്രൈം പിന്നെ കുറെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ വിധിയൊക്കെ പറയാറുണ്ട്. ഇപ്പൊ കോടതിയിൽ ഒരു കേസുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താ ഒരുപാട് കുറച്ചു നാൾ നീട്ടി കൊണ്ടുപോകും അല്ലെ. 2-3 കൗൺസിലേഴ്സിന്റെ പിന്നെ എന്തോ അവർക്ക് ഇവിടെ ഇന്ന് വിൻസെന്റ് സാറൊന്നും വന്നിട്ടില്ലേ, അഡ്വക്കേറ്റ്സ് ഒന്നും ഇല്ലേ, ആരും ഇല്ലെന്ന് തോന്നുന്നു. അപ്പം യാത്രയില്ല ശരി യാത്രയില്ല. ഓക്കെ സാർ, താങ്ക് യു. സാരമില്ല. ഓക്കെ. അപ്പം ഒരുപാട് അവരുടെ ഇമോഷൻസിനെ എങ്ങനെ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ ഒക്കെ ആയിരിക്കും കുടുംബ ബന്ധം ഇല്ലാതാകുന്നത്. അവരന്നേരം കുറെ ടൈം ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും. കുറെ കൗൺസിലിങ്ങും കൊടുത്ത് എല്ലാരും പറയും എന്തിനു ഇത്രയും നാള്
പിന്നെ ഇങ്ങനെ നീട്ടി ഈ കേസിന് പോകേണ്ട കാര്യമില്ല. നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നാൾ ഇതിന്റെ പുറകിൽ നടക്കും, പെട്ടെന്ന് നടക്കുന്നത്. കോടതി പോലും ആ പിന്നെ ക്ലയന്റിന്റെ ഇമോഷൻസിന്റെ ഒക്കെ നോക്കിയിട്ടായിരിക്കും. നമുക്ക് ചിലപ്പം കുറച്ച് നാൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ തീരുമാനങ്ങളൊക്കെ മാറ്റം വരും. അപ്പൊ നമ്മൾ സഡൻ എടുക്കുന്ന, നമുക്ക് ആങ്കർ ഉള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഫ്ലോപ്പായി നമ്മള് കുറച്ചൊന്ന് മാറി, ഇപ്പൊ വീട്ടിൽ തന്നെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി തന്നെ കുറച്ചൊന്ന് മാറി അന്നേരം പ്രതികരിക്കാതൊന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പോസ് ചെയ്ത് നമ്മൾ കുറച്ച് ഒന്ന് മാറി പിറ്റേ 2 ദിവസം കഴിയുമ്പോൾ അയ്യോ അത്രയും വേണ്ടായിരുന്നില്ലേ, നമുക്ക് പതുക്കെ പതുക്കെ ആ കോപം എല്ലാം മാറി വരും. അതേപോലെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സമയങ്ങളിലും നമ്മൾ അതിന് പ്രോപ്പറായിട്ട് ടൈം ഒക്കെ സെറ്റ് കൊടുത്ത് വേണം നമ്മൾ കാര്യങ്ങൾ തീരുമാനം. സഡൻ ഒരു തീരുമാനം എടുക്കാൻ പോയത് വലിയ ഇഷ്യൂസിലോട്ടൊക്കെ പോകുന്നു. ഇപ്പൊ നമുക്ക് ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ ഇല്ലേ. അപ്പൊ അത് ചിലപ്പോ നമ്മൾ ആ മെറൂൺ തന്നെ പിടിച്ചോണ്ട് നമുക്ക് വേറൊരു കളർ ഇടുമ്പോഴായിരിക്കും നമ്മുടെ ആ സൗന്ദര്യം ഒന്നും കൂടെ എടുത്തറിയുന്നത്. അന്നേരം നമ്മൾ അതിനകത്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നമ്മൾ സഡൻ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്കത് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ എഴുതി എന്ന് വെച്ച്, അതുപോലെ കുറച്ച് നമുക്ക് ഇപ്പൊ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വെച്ച് പതുക്കെ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ, പിന്നെ ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സഡൻ തീരുമാനങ്ങൾ എടുക്കണ്ടേ. അത് നമ്മുടെ ആ പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പെട്ടെന്ന് നമുക്കൊരു ഇഷ്യൂ വന്നാൽ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യും, അതിന്റെ പുറകെ അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അങ്ങനെയുള്ള ചിന്തകളിലൂടെ അങ്ങനെ പല തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലേ. അപ്പം നമ്മൾ പിന്നെന്താ, ആദ്യം ലിസ്റ്റ് ചെയ്തു, പിന്നെ പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്തു, പിന്നെ ഒരുപാട് റെലവെന്റ് ഇൻഫർമേഷൻ നിന്ന് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കളക്ട് ചെയ്തു. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ കളക്ട് ചെയ്ത കാര്യങ്ങളെയൊക്കെ നമ്മൾ പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ തിരഞ്ഞെടുത്ത് പിന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും ഒക്കെ മനസ്സിലാക്കി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഓപ്ഷൻ, അതിനകത്തു നിന്നുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഏതെടുത്താലായിരിക്കും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ആ ബെസ്റ്റ് ഓപ്ഷനെ നമ്മൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ടേക്ക് ആക്ഷൻ, ആ എടുത്ത തീരുമാനത്തിന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടി പ്രവർത്തിക്കുക. തീരുമാനം എടുത്തത് നമുക്ക് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റിയാൽ നമ്മൾ നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലുള്ള ആളാണെന്ന് പറയാൻ പറ്റും. അതുപോലെ റിവ്യൂ ദ റിസൾട്ട്സ് ആൻഡ് ലേൺ ഫ്രം ദി എക്സ്പീരിയൻസ്. ഇപ്പൊ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ആ റിവ്യൂവിൽ നിന്ന് നമുക്ക് എന്തെല്ലാം റിസൾട്ട് ഉണ്ടായെന്ന് നമുക്ക് പിന്നെ ഓർക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ അമ്മിണിമാം അല്ലേ പറഞ്ഞു, അമ്മിണിമാമിന് ഇപ്പം അന്ന് ആ സ്കൂളിൽ തന്നെ നിന്നെങ്കിലുണ്ട്. ഞാനും അതിന്റെ ഒരു അനുഭവസ്ഥയാ. നമ്മൾ ഒരുപാട് സ്കൂളിൽ പോയില്ല, പിന്നെ സ്കൂളിൽ പോയെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ നല്ലൊരു ട്രെയിനറായിട്ടോ അല്ലെങ്കിൽ കൗൺസിലറായിട്ടോ ഒക്കെ നമുക്ക് മറ്റുള്ള ഒരു എന്റെ ജീവിതം അവിടെ തളച്ചിട്ടതുപോലെ ആയിപ്പോയി. നമ്മുടെ ഇഷ്ടത്തിന് ഞാനത് പിന്നെ പോയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റാതാകും. അവിടെ നമ്മുടെ രീതിയിലുള്ള നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പ്രൈവറ്റ് ആയിട്ട് ലിസ്റ്റിലൊക്കെ വരാത്തതിന്റെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മള് ആ സ്കൂളിൽ പോയെങ്കിൽ എനിക്ക് ഇന്ന് പിന്നെ ഉമ്മായി നോക്കേണ്ടതൊക്കെ സാഹചര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അതുപോലെ ഇപ്പൊ എനിക്ക് ഒരുപാട് ഹാപ്പിയോടെ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ക്ലാസ് എടുക്കാനും കൗൺസിലിംഗ് ചെയ്യാനൊക്കെ പറ്റുന്നുള്ള ഞാൻ അന്നെടുത്ത തീരുമാനം നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കിപ്പം ദൈവം സാധിച്ചു മക്കളെ ആയാലും നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ എന്റെ കാര്യങ്ങളിലും എനിക്കിപ്പോ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെന്ന്. അതുപോലെ അമ്മിണിമാം തന്നെ പറഞ്ഞത് സ്കൂളിൽ അന്ന് ആ സ്കൂളിൽ പോയെങ്കിൽ അമ്മിണിമാം അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിപ്പം ഒരു ഗവൺമെന്റ് പിന്നെ സ്കൂളിലാണെങ്കിലും പിന്നെയും നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുവരാൻ പറ്റും. ഒരു പിന്നെ മാനേജ്മെന്റ് ഒക്കെ സ്കൂളിലാകുമ്പോൾ അവര് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ള ടീച്ചേഴ്സ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉയർച്ച വരത്തില്ല. ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. ചിലർക്ക് ആ സ്കൂളിന്റെ ഒരു ഇതനുസരിച്ച് അവർക്ക് സാലറി കിട്ടി കുഞ്ഞുങ്ങളെ അതനുസരിച്ച് നോക്കി എല്ലാം, ഞാൻ അതിനെ കുറ്റം പറയുമല്ല, അങ്ങനെ പോകാൻ പറ്റും. പക്ഷെ നമ്മുടേതായിട്ടുള്ള സ്വപ്നങ്ങളിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ ചിലപ്പം നമ്മൾ വേണ്ടുന്ന രീതിയിൽ ഇപ്പം അമ്മിണിമാം ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞില്ലേ. ടീച്ചർ മിക്കവാറും എല്ലാവരും ടീച്ചിങ് പോസ്റ്റിലുള്ളവരെല്ലാം പലതരത്തിലുള്ള മേഖലയിലോട്ട് പോയതായിട്ടാണ് പറയുന്നത്. അതേപോലെ സാലറി ഒട്ടും അവർക്ക് കൊടുക്കത്തില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും. ഇപ്പം ഈവൻ ഈ അയ്യം കളിക്കുന്ന ആളുകൾക്ക് വരെ 1500 സാലറി ഉണ്ട് അല്ലേ. ഇപ്പൊ ഒരു പ്രൊഫഷണലായിട്ട് ഇത്രയും കോഴ്സും പഠിച്ച് രാവിലെ വീട്ടിലെല്ലാം ജോലിയും ചെയ്ത് ആ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ഒരു 250 രൂപ പോലും അവർക്ക് ദിവസം കിട്ടാത്ത രീതിയിലുള്ള ഇതാ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ അപ്പം ടീച്ചേഴ്സിന്റെ ആ കോൺഫിഡൻസ് കുറയും, അവരെങ്ങനെയെങ്കിലും പഠിപ്പിക്കാം അങ്ങനെ. പിന്നെ മാനേജ്മെന്റിന്റെ ഒക്കെ പീഡനം കൊണ്ടൊക്കെ ചിലരൊക്കെ പഠിച്ചു പോകാറുണ്ട്. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്, എല്ലാവർക്കും പറയാം എന്തുവാണെന്നുള്ളത്.
ടീച്ചേഴ്സ് ആയിട്ടുള്ളവർക്കെല്ലാം അതുപോലുള്ള കാര്യങ്ങൾ ഒത്തിരി സങ്കടങ്ങളുണ്ട് എല്ലാവർക്കും. അതുപോലെ ഇപ്പൊ ടീച്ചേഴ്സിനെ കിട്ടാനില്ലെന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ പോയാൽ അവർക്ക് അവരുടെ ജീവിതം മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒക്കെ പോകുന്ന അവസ്ഥയിലോട്ടാണ് പോകുന്നത്. അത്രയ്ക്കും ഒരു ഇതുള്ള മേഖലയിലായിട്ടാണ് മാറിയിരിക്കുന്നത്. അന്നേരം നമ്മൾ എന്തൊക്കെ ഇനി അടുത്ത നെക്സ്റ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഡിസിഷൻ, നമ്മുടെ ഡിസിഷന് എന്തൊക്കെ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യും, എന്തൊക്കെ നോക്കണമായിരിക്കും നമ്മൾ. ഇപ്പൊ നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യണം, നമുക്ക് ഇഷ്ടമായിട്ടുള്ള ചെയ്യണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്തൊക്കെ കാര്യങ്ങളൊന്നും നോക്കണം. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെല്ലാം പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ പേഴ്സണൽ വാല്യൂസ് ഇല്ലേ, നമ്മുടെ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പം അമ്മിണിമാമും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ പലർക്കും പലരും. പ്രീജാമാം കുറെ നാളില്ലായിരുന്നല്ലോ. ഞാൻ യോഗ ചെയ്യുന്നുണ്ട്, അപ്പൊ അത് തീരുമ്പോഴത്തേക്ക് 7:15 അതുകൊണ്ടല്ലേ. ഓക്കെ ഓക്കെ. ആ അപ്പൊ ഇന്ന് കണ്ടപ്പോ ഭയങ്കര സന്തോഷം. ഞാൻ ഇന്ന് കുറെ നാളായി കണ്ടിട്ട്. അന്നേരം നമ്മൾ മറ്റുള്ളവരുടെ പേഴ്സണൽ വാല്യൂസിനെ നമ്മൾ മാനിക്കണം. അപ്പൊ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് മാത്രം പ്രയോജനപ്രദമാകാതെ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും അത് എന്തെങ്കിലും അവർക്ക് ഇമോഷണൽ ആയിട്ട് അത് എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. പേഴ്സണൽ വാല്യൂസിനെ നമ്മൾ മാനിക്കണം. അതുപോലെ ഇമോഷൻസ്, മറ്റപ്പം ആരെങ്കിലും ഒരു കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ ഇമോഷൻസിനെ അതെങ്ങനെ ബാധിക്കും അല്ലെ? ഹേമാമാം എന്ത് പറയുന്നു? ഹേമാമാം ഭയങ്കര സുന്ദരിയായിട്ട് ഇന്ന് കല്യാണം ഉണ്ടോ? ഹേമാമാം കേൾക്കുന്നില്ല, ഇവിടെ വല്ലതും തോന്നാണ്. എല്ലാ ദിവസവും കല്യാണം. ഇന്നെന്തോ കല്യാണം സുന്ദരിയായിട്ട് ഇരിക്കുന്നല്ലോ. ഇല്ല കല്യാണമൊന്നുമില്ല. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ. ഇമോഷൻസിനെ ഒക്കെ നമ്മൾ മറ്റുള്ളവരെ എന്തെങ്കിലും പറയുന്ന സമയത്തും ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ഇമോഷൻസിനെയും കൂടെ നമ്മൾ മാനിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഫാമിലി ആൻഡ് കൾച്ചർ, ഓരോരുത്തരുടെയും ഫാമിലി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവരുടെ കൾച്ചർ ഒക്കെ. ഇപ്പം റിലീജിയസിലായാലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചിലർ പറയുമ്പം മറ്റുള്ളവരുടെ മതം അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. അപ്പം അവരുടെ ഫാമിലിയെ പറ്റി നമുക്കറിയാവുന്ന ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഫാമിലി സിറ്റുവേഷൻസ് എങ്ങനെ ആയിരിക്കണം എന്ന് എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല വരുന്നത്. അന്നേരം നമ്മൾ ഈ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് ആ ഫാമിലിയുടെ പേഴ്സണൽ വാല്യൂസ്, അതുപോലെ ഇമോഷൻസ്, ഫാമിലി ആൻഡ് കൾച്ചർ, അതുപോലെ പിയർ പ്രഷർ. ഇപ്പൊ നമ്മളിപ്പോ ഒരു കോഫി കുടിക്കാൻ പോകും അല്ലേ? ഇപ്പൊ നമ്മൾ ഒരു കടയിലോട്ട് ചെല്ലും, ഒരു ബേക്കറി, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകുവാണെങ്കിൽ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിനെ ചിലപ്പം ജ്യൂസ് ആയിരിക്കും വേണം, ചിലപ്പോൾ ചിലർ പറയും കോഫി വേണം, ചിലർ ടീ വേണം, ചിലർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ. ഇപ്പൊ നമ്മുടെ മനോജ് സാർ ആണെങ്കിൽ മനോജ് സാറിനോട് ആര് എന്നാലും പുട്ടേ അടിപ്പിക്കത്തോളൂ, വേറെ സാധനം കഴിപ്പിക്കും. അത് നമ്മുടെ ചോയ്സ് ആയിരിക്കണം. അപ്പം നമ്മൾ ചിലപ്പം പിയർ പ്രഷർ കൂടി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തീരുമാനം എടുക്കാറുണ്ട് അല്ലേ? നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോയാൽ ചിലപ്പോൾ അവര് കോഫി എടുക്കുമ്പോ നമുക്കത് മതി, അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? ഇല്ലേ റജി സാറേ കൂട്ടുകാരുമായിട്ട് പോകുമ്പോ എങ്ങനെയാ? ചില അവസരങ്ങളിൽ അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി വേണ്ടി വരും. നമ്മുടെ ഇഷ്ടത്തിനായിരിക്കത്തില്ല അന്നേരം നമ്മൾ അവിടെ തീരുമാനം എടുക്കുന്നില്ലേ? നമ്മൾ അവരെയും കൂടെ പരിഗണിച്ച് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫുഡ്. ഇപ്പം മന്തി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് കഴിക്കാമെന്ന് പറഞ്ഞാൽ മിക്കവാറും ഇപ്പൊ എല്ലാവരും കൂടുതലും ഒന്നിച്ചൊക്കെ ഹോട്ടലിൽ പോകുമ്പോൾ മന്തി അങ്ങ് ഓർഡർ ചെയ്യുക. അതാകുമ്പോൾ എല്ലാവർക്കും കൂടെ ഒരുപോലെ ഒന്നിച്ച് മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും മന്തിയൊക്കെ. എന്നിട്ട് അങ്ങനെയൊക്കെ നമ്മൾ പുട്ട് കഴിക്കാൻ പോകുന്ന മനോജ് സാർ ചിലപ്പോൾ മന്തി കഴിച്ചുകൊണ്ട് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനങ്ങൾ പിയറിന്റെ അനുസരിച്ചൊക്കെ മാറ്റാറുണ്ട്. അപ്പം അതുപോലെ പാസ്റ്റ് എക്സ്പീരിയൻസ്, നമ്മുടെ പണ്ട് ഉള്ള കാര്യങ്ങളൊക്കെ അല്ലെ, പണ്ട് ജീവിതകാലത്ത് ഉണ്ടായ എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ആ സമയത്ത് നമ്മൾ അതൊക്കെ അഫക്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ അവൈലബിൾ ഇൻഫർമേഷൻ, നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടേണ്ടതുണ്ട്. നെക്സ്റ്റ് ടൈം, ആ ഡിസിഷൻ എടുക്കുന്നതിനകത്ത് ടൈം. നമ്മൾ ഇപ്പോൾ ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇപ്പൊ നമുക്കൊരു ആക്സിഡന്റ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു രോഗം എന്തെങ്കിലും വന്നാൽ നമ്മൾ പതുക്കെ ഇതുപോലെ എഴുതി വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? നമ്മൾ അന്നേരം ആ ടൈം അനുസരിച്ച് നമ്മളെ ഡിസിഷൻ എടുക്കണം. പെട്ടെന്ന് നമ്മൾ അവരെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ചികിത്സയൊക്കെ കൊടുക്കാനും വേണ്ടി. ഇപ്പം ക്യാഷിന്റെ നമ്മൾ നാളെ നമ്മുടെ ഇവിടുത്തെ ഒരു മാമിനെ തന്നെ ഭയങ്കര ക്രിട്ടിക്കൽ ആയപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നു. അപ്പം നമ്മളെല്ലാവരും ഒരു പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളിൽ ആ രീതിയിൽ ചെയ്യുക. ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ആ രീതിയിൽ തരണം ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ
ഇപ്പൊ നമ്മള് ചൂസ് യുവർ പാത്ത്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു കരിയർ തിരഞ്ഞെടുക്കണമെങ്കിലുള്ള കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്, അപ്പൊ എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്. ഇപ്പം പലതരത്തിലുള്ള ഓപ്ഷൻ. ഇപ്പൊ ട്രെയിനിങ്ങിന് തന്നെ നമ്മള് യൂട്യൂബോ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏതെല്ലാം ടൈപ്പിലുള്ള രഹന മാമിന്റെ ഓക്കെ താങ്ക് യു. അപ്പം നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ, ട്രെയിനിങ് ക്ലാസ്സുകൾ അല്ലേ, നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ചിലപ്പോൾ 1000 രൂപയ്ക്ക് ഒരു നല്ല ട്രെയിനിങ് ക്ലാസ് ഉണ്ടെന്ന് പറയും, ചിലപ്പോൾ 500 രൂപയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങൾ 99 രൂപയ്ക്ക് വെബിനാർ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒത്തിരിയും നമുക്ക് ട്രെയിനിങ് ക്ലാസ്, അങ്ങനെ എല്ലാത്തിലും നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല. എന്നാൽ നമ്മൾ അവിടെ ബെറ്റർ ആയിട്ടുള്ള കോഴ്സുകളും ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ തിരഞ്ഞെടുക്കുന്നതിനകത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തെ വിജയം കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ നമ്മൾ ഇപ്പം ചെയ്യേണ്ട ടിപ്സ്, ഇപ്പൊ ഡിസിഷൻ മേക്കിംഗ് എടുക്കുക, നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടുന്ന ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് ഉദ്ദേശിച്ചാല്, ഇപ്പൊ തിങ്ക് ബിഫോർ ആക്ടിങ്. നമ്മൾ എന്താണോ എടുക്കേണ്ട ആ സമയത്ത് നമ്മൾ അതിനെപ്പറ്റി ആദ്യം ചിന്തിക്കുക, പിന്നെ പ്രവർത്തിക്കുക. നമ്മൾ നല്ലതുപോലെ ഒന്ന് മാറിയിരുന്ന് സമാധാനം, ഞാൻ പറഞ്ഞല്ലോ, ഇമോഷണൽ ആയിട്ടുള്ള സമയത്ത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. നമ്മൾ നല്ല സമാധാനത്തെ മാറിയിരുന്ന് ചിന്തിച്ചിട്ടേ ഏത് കാര്യങ്ങളും ഇനി തൊട്ട് എടുക്കാം. അതിന് എടുത്തു ചാടി നമ്മൾ ഒരു തീരുമാനവും എടുക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് പല ദുരന്തങ്ങളിലേക്കും നമ്മുടെ ജീവിതം ഇല്ലാതാകുന്നതിനൊക്കെ സാധിക്കും. പലരും പറയുമെങ്കിലും നമ്മളതായിട്ടുള്ള തീരുമാനങ്ങൾ സമാധാനത്തോടെ എടുക്കാൻ ശ്രമിക്കുക. അതാ തിങ്ക് ബിഫോർ ആക്ടിങ്. നമ്മൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുക. അതുപോലെ ഗ്യാദർ ആക്യുറേറ്റ് ഇൻഫർമേഷൻ. നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന്, ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് ആ പോയിന്റ്സ്, എന്നാലും അതൊരു മെയിൻ ആയിട്ടുള്ള ടിപ്സ് ആണ്. നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടുന്നവരിൽ നിന്ന്, നല്ല പ്രഗത്ഭരായ അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരിൽ നിന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള ഐഡിയാസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുക. കൺസിഡർ ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം അഡ്വാൻസ്. ഇപ്പൊ നമ്മള് ഒരുപാട് നാള് ഈ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു നാൾ കഴിഞ്ഞ് എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അല്ല നമ്മൾ പെട്ടെന്ന് കയറി ഇന്ന കാര്യങ്ങൾ എടുത്ത് നമുക്ക് ഇപ്പൊ ഞാൻ ഇന്ന തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ടാകും, അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടേ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാവുള്ളതാണ്. അതുപോലെ സീക്ക് അഡ്വൈസ് ഫ്രം ട്രസ്റ്റഡ് പീപ്പിൾ വെൻ നീഡഡ്. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ അവരുമായിട്ട് സംസാരിക്കുക. നെക്സ്റ്റ്, സ്റ്റേ ട്രൂ ടു യുവർ വാല്യൂസ്. നമ്മുടെ വാല്യൂസ് വിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും നമ്മൾ ആർക്കെങ്കിലും പാര വെച്ചിട്ട് നമ്മൾ നന്നാകണമെന്നൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഓരോരുത്തർ പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. എന്നാൽ നമ്മൾ എപ്പോഴും നമ്മുടെ വാല്യൂസിനെ സത്യസന്ധമായിട്ട് ആ വാല്യൂസിനെ പിന്തുടർന്ന് തന്നെ നമ്മൾ ഏത് തീരുമാനം എടുക്കാവുള്ളൂ. നമ്മളിപ്പോ ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെപ്പറ്റി 10 പ്രാവശ്യം അല്ലേ ചിന്തിച്ച് ആ തീരുമാനം എടുത്താൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തൊക്കെ കോൺസിക്വൻസ് ആയിരിക്കുമെന്ന് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇപ്പൊ പേഴ്സണൽ ഇഷ്യൂസ്, റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ ഒരു ഇതിനകത്ത് എടുത്ത് ചാടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ അതെന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ലോങ് ടേം ആയിട്ട് ഷോർട്ട് ടേം ആയിട്ടൊക്കെ എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടേ ഏതെങ്കിലും റിലേഷൻഷിപ്പിലൊക്കെ ആയാലും ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ ട്രെയിനേഴ്സ്, കൗൺസിലേഴ്സ്, ടീച്ചേഴ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഇപ്പൊ ഈവൻ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്ന് വെച്ചാൽ അവര് പെട്ടെന്നായിരിക്കും അവരെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ അവരുടെ ഒപ്പം നിന്ന് അവരുടെ ഒരേ കാര്യങ്ങൾ അന്നുള്ള സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും അവരുമായിട്ട് സംസാരിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേക ടൈം നമ്മൾ മാറ്റി വെച്ചിരിക്കണം. എന്നും നമ്മൾ അവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ നമ്മൾ ഗൈഡ് ചെയ്തുകൊണ്ട് ഇതുപോലൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് നമുക്ക് അവർക്ക് നല്ല പ്രോപ്പറായിട്ട് ഗൈഡൻസ് കൊടുക്കണമെങ്കിൽ നമ്മളെന്നും അവരുടെ കേൾവിക്കാരായിരിക്കണം. അവരെ നല്ല രീതിയിൽ ലിസൺ ചെയ്ത് അവർക്ക് പ്രോപ്പർ ഗൈഡൻസ് ഒക്കെ കൊടുത്തിരിക്കണം. പേരൻസ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ടത് അത് ഈ ഡിസിഷൻ മേക്കിംഗ് ആണ് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലെ. ആ സ്കിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് എല്ലാ രീതിയിലും നമുക്ക് മുന്നോട്ട് വിജയമായിരിക്കും. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ആ സ്കില്ല് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ. അതുപോലെ ലേൺ ഫ്രം ബോത്ത് സക്സസ് ആൻഡ് മിസ്റ്റേക്ക്. നമുക്ക് ജീവിതം ആകുമ്പോൾ എന്തുണ്ടാവും, ജീവിതത്തിൽ സക്സസ് എപ്പോഴും വിജയിച്ചിരിക്കണമെന്നൊന്നും ഇല്ല അല്ലേ. ഇപ്പൊ ഞാൻ മുമ്പേ ആ കഥ പറഞ്ഞതിനകത്ത് തന്നെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ്, കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്.
പിന്നെ പെട്ടെന്ന് മണി ഇഷ്യൂസ് ഉണ്ടാകുന്നത് ഇതെല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അന്നേരം അതുപോലെ തന്നെ നമുക്ക് മിസ്റ്റേക്സ്, നമുക്കിപ്പോ ഒരു തെറ്റ് പറ്റിപ്പോയല്ലോ, ഞാൻ ഇനി എന്നെ ഒന്നും കൊള്ളത്തില്ല, ഞാൻ ആ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു അതെപ്പോഴും നമ്മൾ അത് ആലോചിച്ച് നമ്മുടെ ജീവിതം ഇല്ലാതാക്കേണ്ട കാര്യമില്ല. നമുക്ക് തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട് അല്ലേ. നമ്മൾ ഒരു തെറ്റ് മിസ്റ്റേക്സ് വരുമ്പോഴാണ് അവിടുന്ന് നമ്മൾ തിരുത്തി മുന്നേറാൻ ശ്രമിക്കുന്നത്. നമ്മൾ ആ തെറ്റുകളെന്ന് പറയുന്ന വിജയത്തിലേക്കുള്ള പാതകളായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ അതിനെ സക്സസ് ആക്കി എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റട്ടെ എല്ലാവർക്കും. അന്നേരം ഗുഡ് ഡിസിഷൻ ലീഡ് ടു പോസിറ്റീവ് ഔട്ട്കംസ്. ഡിസിഷൻ മേക്കിംഗ് ഈസ് എ സ്കിൽ ദാറ്റ് ഇംപ്രൂവ്സ് വിത്ത് പ്രാക്ടീസ്, സെൽഫ് അവയർനെസ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. നമ്മുടെ ജീവിതത്തിലെ ഗുണനിലവാരങ്ങളെ തീരുമാനിക്കുന്നതിനും ആശ്രയിച്ചിരിക്കും ശരിയായ സമയത്തെടുക്കുന്ന വിവേകപൂർണമായിട്ടുള്ള തീരുമാനങ്ങൾ. അന്നേരം നമ്മൾ എന്താണ് ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളായിരിക്കും നാളെ നിങ്ങളുടെ ജീവിതത്തെ ബെറ്റർ ആക്കുന്നതെന്ന് ഉള്ള ചിന്തയിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും മുന്നേറാൻ. ഇന്നത്തെ ശരിയായ തീരുമാനങ്ങൾ നാളത്തെ വിജയത്തിന്റെ അടിത്തറയാണെന്നുള്ള ചിന്തയിലൂടെ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഡിയേഴ്സ്. താങ്ക് യു. താങ്ക് യു നസീന മാം. വളരെ മനോഹരമായി ഡിസിഷൻ മേക്കിംഗ് എന്താണെന്ന് വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തന്നു. ഒരു 35 മിനിറ്റ് കൊണ്ട് തന്നെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുക. എത്ര കഠിനമായ പാതയിലൂടെ നമ്മൾ പോകുമ്പോഴും കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കുന്നവൻ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നൊരു നല്ലൊരു സന്ദേശമാണ് നസീന മാം തന്നത്. എന്തായാലും ഫ്ലോർ ഓപ്പൺ ഫോർ ഫീഡ്ബാക്ക്. താങ്ക് യു സർ. താങ്ക് യു. അതോടൊപ്പം തന്നെ ഒരാൾ വോട്ട് ഓഫ് താങ്ക്സിന് റെഡി ആയിക്കോട്ടെ. നസീന മാം ഗുഡ് മോർണിംഗ്. ഫസ്റ്റിൽ എന്നെ ആയിരിക്കട്ടെ വോട്ട് ഓഫ് ഫീഡ്ബാക്ക്. ഓക്കെ, എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. അടിപൊളി സൂപ്പർ ക്ലാസ്. ഇന്ന് ശരിക്കും ഞാൻ മുഴുവനായിട്ടും കേട്ടു. ഇന്ന് എനിക്ക് സമയം കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ 10 ദിവസം ഒരു നൊയമ്പിലാണ്, അതായത് ഒരു ശബരിമലയ്ക്ക് പോണ ഒരു ഇതിലാണ്. അപ്പോ എന്തായാലും നേരത്തെ എഴുന്നേൽക്കും. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് രാവിലെ വെൽക്കം പറയാൻ കഴിഞ്ഞത്. എന്തായാലും നസീന മാമിന്റെ ആ ഒരു ഫ്ലോറിൽ തന്നെ എനിക്ക് വെൽക്കം കിട്ടിയല്ലോ, അതുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്ന കാര്യത്തിൽ. എന്തായാലും ഇന്നത്തെ ക്ലാസ് വളരെ സൂപ്പർ ആയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു, അടിപൊളി ക്ലാസ്. കറക്റ്റ് ആയിട്ട് ഇന്ന് ക്ലാസ്സിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. താങ്ക് യു മാഡം. താങ്ക് യു സർ. താങ്ക് യു ചേട്ടാ. താങ്ക് യു വെരി മച്ച്. അടുത്തതാരാ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ. മാഡം ക്ലാസ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു ഒഴുക്കുണ്ടായിരുന്നു. എല്ലാരും പേരൊക്കെ വിളിച്ച് പറയുമ്പോ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്ക് വരുത്തും ചെയ്തിരുന്നു. പിന്നെ ഇതേപോലെ തന്നെ ഓരോ കളറുകളെ കുറിച്ചിട്ടും മറ്റുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുമ്പോഴേ ഞാൻ പെട്ടെന്ന് വേറൊരു ഭാഗത്തേക്ക് എനിക്ക് നമ്മളെ ആളുകളെ വിളിച്ചു വരുത്തണല്ലോ, അങ്ങനെയുള്ള ഇതിലാണ് നിങ്ങളെ ചോദ്യങ്ങൾ. അതാണ് ഞാൻ ചിരിച്ചെന്ന് നിങ്ങൾ ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. സംഭവം നിങ്ങളെ ക്ലാസ് ഇട്ടിട്ട് ചിരിച്ചതല്ല, മറ്റേലാണ് നിങ്ങൾ സീരിയസ് ആയ കാര്യം പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഓഫാക്കിയിട്ടാണ് ഓരോ പേര്. നന്നായിരുന്നു മാഡം, സൂപ്പർ ക്ലാസ്. താങ്ക് യു ഉസ്മാൻ ജി. താങ്ക് യു ഉസ്മാൻ ഭായ്. താങ്ക് യു വെരി മച്ച്. അടുത്ത ഫീഡ്ബാക്ക് ആരാണ്? ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഗുഡ് മോർണിംഗ്. ഫാറൂഖ് ഭായ് അല്ലേ? ഫാറൂഖ് സാർ. ഫാറൂഖ് സാർ. ഓക്കെ, ഫാറൂഖ് സാർ പറഞ്ഞോളൂ. നസീന മാമിന്റെ സെഷൻ എന്ന് പറഞ്ഞാലേ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു സെഷൻ എടുക്കുമ്പോഴേ പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ് ഒന്നും മാമിന് ആവശ്യമില്ല. തലേ ദിവസം നമ്മള് ആ പോർഷൻ പഠിച്ച് കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ആവശ്യം വരുന്നില്ല. അതങ്ങനെ ഫ്ലോ ആയിട്ട് ഇങ്ങനെ പോകും. എന്തായാലും ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ആധികാരികമായിട്ട് പിന്നെ പഠിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ മുമ്പിൽ ഒരു സെഷൻ എടുത്തിട്ടുള്ളത്. അപ്പോ ഒരു സംശയം എന്നുള്ള നിലക്ക് ചോദിക്കാം, നമ്മൾ ഈ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ നമുക്കൊരു സമചിത്തത വേണ്ടേ യഥാർത്ഥത്തിൽ? മേം പറഞ്ഞതിന്റെ ഞാൻ ചോദിക്കാണ്ടായ കാരണം, ഇപ്പൊ നമ്മൾ ചില ഒരു പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ ഒരു ആത്യന്തികമായ ഒരു ഘട്ടത്തിൽ ഒരു ഒന്നും പറയുകയാണെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അവിടെ നമ്മൾ എന്ത് തീരുമാനം എടുക്കണം എന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് വേണ്ടേ? അങ്ങനെ ആകുമ്പോഴല്ലേ നമുക്ക് ഡിസിഷൻ ശരിക്കും എടുക്കാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. അത് ഞാൻ പറഞ്ഞു, നമുക്കിപ്പം ഡിസിഷൻ മേക്കിങ്ങിന്റെ കാര്യം പറഞ്ഞു നമുക്ക് സഡൻ ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അത് വരട്ടെ ഇപ്പൊ ആലോചിച്ചിരുന്നൊന്നും ടൈം എടുത്ത്
കാര്യമല്ല. എത്രയും പെട്ടെന്ന് നമ്മൾ അതിന് വേണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പൊ വേറൊരാൾക്കായാലും നമുക്കായ പോലും പെട്ടെന്ന് മെഡിക്കൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാതെ നമുക്ക് പതുക്കെ ഡിസിഷൻ മേക്കിംഗ് എടുക്കാം. അങ്ങനെ ആ രീതി സ്കില്ലൊക്കെ കൊണ്ടുവരാന്ന് വെച്ചാൽ നമുക്ക് പറ്റത്തില്ല. അതൊക്കെ നമ്മൾ സഡനായിട്ട് നമ്മൾ ബോധപൂർവം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മുടെ അവര് പോലെ ചിലരെന്ത് ചെയ്യും, സ്റ്റക്കായിരിക്കും ഇല്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് മൈൻഡ് ഔട്ടായി പോകും. ചിലര് അങ്ങനെ ഉണ്ട്. അങ്ങനെയൊക്കെ വരാതിരിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള സ്കിൽസ് വെച്ചിരിക്കുന്ന വെച്ചാൽ പെട്ടെന്ന് സഡൻ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ചിലർക്ക് പറ്റത്തില്ല. ചില ആലോചിച്ച് നമ്മള് കുഞ്ഞുങ്ങളൊന്ന് വീഴുമ്പോഴേ ഞാനെന്താ പറയാ, എളുപ്പം പോയി പിന്നെ അവരെ അടി കൊടുക്കുമായിരുന്നു പണ്ടൊക്കെ കൊച്ചുകൾ. എനിക്ക് പെട്ടെന്ന് നമ്മൾ അവിടെ എങ്ങനെ പ്രതികരിക്കണം. ചിലരൊക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ആ കാര്യങ്ങളിൽ അവര് അതുകൊണ്ട് എന്താ ചെയ്ത് അവരിനി വീണാലും എൻ്റെ അടുക്ക പറയാതായി കൊച്ചുങ്ങള്. അങ്ങനെ കുഞ്ഞുനാളിലെ ഞാൻ അടി കൊടുക്കുവോ എന്നുള്ള പേടി കൊണ്ട് അവര് വീണാലും എന്തെങ്കിലും പറ്റിയാ പറയാതെ എന്ന് നമ്മള് ഇപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ആ സമയത്ത് ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റുന്നതാണ്. നല്ല ഡിസിഷൻ മേക്കിംഗ് പവറുള്ള ആളുകളാണെങ്കിൽ പെട്ടെന്ന് തീരുമാനം എടുക്കും. അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകളായിരിക്കും അതിന് തീരുമാനം. ചിലരൊക്കെ അങ്ങ് തളർന്നു കുത്തി ഇരുന്ന് പോകും പെട്ടെന്ന്. സത്യം സാറ് പറയുന്നത്. ഇപ്പം നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളിന് എന്തെങ്കിലും വയ്യാതെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാം. ഞാൻ എൻ്റെ ഉമ്മയുടെ കാര്യം തന്നെ ഇപ്പം സാറ് പറഞ്ഞത് കൊണ്ട് പറയുക. പെട്ടെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. എനിക്ക് പിന്നെ എന്താ നമ്മളിത് കൊടുക്കത്തില്ലേ, ഓക്സിജൻ കൊടുക്കുന്നതോ പേര് മറന്നുപോയല്ലോ, സഡൻ കൊടുക്കുന്ന നമ്മള് എന്തോ സാറേ, CPR. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം അമ്മ ഇങ്ങനെ അനക്കമില്ലാതെ പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ ആ CPR കൊടുക്കാൻ തോന്നി. എനിക്ക് ലാസ്റ്റ് ഘട്ടം ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞപ്പോഴായപ്പം എനിക്ക് അത് അവിടെ വെച്ച് കൊടുക്കാൻ തോന്നി. ഞാൻ എപ്പോഴും ഇത് കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് നമുക്ക് CPR അന്നേരം കൊടുക്കാം. അങ്ങനെ നമുക്ക് ചിലപ്പോ നമുക്ക് അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു ചിന്തയും കൂടെ വേണം എല്ലാവർക്കും. പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റണം. ആക്സിഡന്റോ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന സമയം ഈ CPR ഒക്കെ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ഞാനത് പിന്നെ ഞാൻ ഇട്ടായിരുന്ന ആള് വീഡിയോ കണ്ടപ്പം എല്ലാവരും അത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. എൻ്റെ ജീവിതത്തിലായാലും നമുക്കിപ്പോ എളുപ്പം ഒരാളിനെ ഈ അറ്റാക്ക് ഒക്കെ സൈലന്റ് അറ്റാക്ക് ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നമ്മൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന അതിനകത്തും ഉണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ്. അതൊക്കെ പിന്നെ വരുന്നുണ്ട് അതിനകത്ത്. സഡൻ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നു. ഇനി ഒരുപാട് പഠിക്കാനുണ്ട് ഞങ്ങള് എന്നാ ചുരുക്കം. 10 എന്തായാലും സ്കില്ലുണ്ട്. ഞാൻ നസീന മാമിനോട് വളരെ ഫ്രണ്ട്ലി ഒരു ചോദ്യം ചോദിക്കാൻ. നസീന മാം ഇന്ന് കാലത്ത് നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് എടുത്തിട്ടുണ്ട്. അതെന്താന്ന് ഞാനൊന്ന് മാമിന് പറയാൻ പറ്റുമോ? മാം ഇന്ന് ഞങ്ങളെ മുമ്പിൽ വരുമ്പോ നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്താന്ന് മാമിന് പറയാൻ പറ്റുമോ? വേഗം പറയാം, സമയമില്ല. അല്ലെങ്കിൽ ഞാൻ പറയും, പറയട്ടെ? നല്ല ഒരു കളർഫുൾ ആയിട്ടുള്ള ചുരിദാറാണെന്ന് എടുത്തിട്ടുള്ളത്. നല്ല ഡിസിഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു നസീന മാം. താങ്ക് യു ഫാറൂഖ് സാർ. താങ്ക് യു വെരി മച്ച്. നല്ല നിർദ്ദേശങ്ങളും നല്ല ഫീഡ്ബാക്കും ഒക്കെ ആയിരുന്നു ഫാറൂഖ് സാറിന്. പിന്നെ ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പെട്ടെന്നൊരു എമർജൻസി ടൈമിൽ നമുക്ക് അധികം ആലോചിക്കാൻ സമയം കിട്ടില്ല. പക്ഷെ ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരുന്നു, എന്തെങ്കിലും പഠിക്കാനൊക്കെ ചേരുന്നു, അപ്പൊ ഇഷ്ടംപോലെ സമയം കിട്ടും. അപ്പൊ അതിന്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ എല്ലാവരും ഡിസിഷൻ എടുക്കണം എന്ന് തന്നെയാണ് നസീനത്ത് പറഞ്ഞത്. എന്തായാലും നെക്സ്റ്റ് ഫീഡ്ബാക്ക് ഹേമ മാം. താങ്ക് യു സാർ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന്. അടിപൊളി സെഷനായിരുന്നു, സൂപ്പർ. ഞാൻ ശരിക്കും ഇന്ന് എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ഫോണ്. ഞാൻ പോലും ദൂരെ വെച്ച്. അത്രയ്ക്ക് നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതായത് നമ്മുടെ നമുക്ക് ആ ഒരു അതിലെത്തപ്പെടണം, എത്തണം. നമ്മുടെ മനസ്സിലെ ഒരു ബേണിംഗ് ഡിസയർ അത് തന്നെയാണ് അല്ലെ, കത്തുന്ന തീവ്രമായ ആഗ്രഹം. സെഷൻ അടിപൊളി. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു സോ മച്ച്. നമ്മുടെ സ്വന്തം ട്രെയിനറാണ് നമ്മുടെ നസീന മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഹേമ മാം. താങ്ക് യു വെരി മച്ച്. പിന്നെ ഇനി നല്ലൊരു സൂപ്പർ ക്ലാസ് ആയിരുന്നു. അടിപൊളി ക്ലാസ് ആയിരുന്നു. പിന്നെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ ഡിസിഷൻ എടുക്കാത്ത ഒരാളാണ്. എപ്പോഴും മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുന്ന ഒരാളാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ സാധിക്കട്ടെ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. വരയിലൂടെ നമ്മൾ പോകേണ്ട വരും. അവര് വരയ്ക്കുന്ന വരയിലൂടെ നമ്മൾ പോകേണ്ട വരും എപ്പോഴും. നമ്മൾ മറ്റുള്ളവരുടെ കൊണ്ട് നടക്കുമ്പോ അതിങ്ങനെ ചെയ്യാമായിരുന്നു പിന്നീട് നമുക്ക് തോന്നും. പക്ഷെ അത് തിരുത്താനും പറ്റത്തില്ല.
അതെ അതെ അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് പ്രിയജമയം. കാരണം കുറച്ചു നാളായിട്ട് ആരോ പറഞ്ഞ ഡിസിഷൻ മേക്കിങ്ങിൽ തീരുമാനം എടുത്ത് ഇതിന്ന് കുറെ നാൾ മാറിയെന്ന് വീണ്ടും തോന്നി ആ തീരുമാനം തെറ്റാണെന്ന്. അത് കാരണം വീണ്ടും തിരിച്ചു വന്നു. താങ്ക് യു മനഃപൂർവ്വം അല്ല താങ്ക് യു പക്ഷേ മനോജിട്ടാ പറഞ്ഞോളൂ. ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാണ് ഞാൻ മാറുന്നത്. താങ്ക് യു സാർ നിസിന മാം താങ്ക് യു. താങ്ക് യു നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു.